ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണണം കേട്ടോ. വെൽക്കം പോലും ചെയ്യാതെ ആദ്യമേ ഇതിന് തുടങ്ങിയതിന് കാരണം എന്ന് വെച്ചാൽ അതുകൊണ്ടാണ്. ഇന്ന് ചെയ്യുന്ന റെഡ് വെൽവെറ്റ് കേക്ക് 100% ആയിട്ട് നമ്മൾ കളർ ഉപയോഗിച്ചിട്ടില്ല. അതിൽ ഒരുപാട് നാളത്തെ എൻ്റെ കഷ്ടപ്പാടിന് ശേഷം ഞാൻ കണ്ടുപിടിച്ചൊരു പ്രതിവിധിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ഏറ്റവും നല്ലതായിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. റെഡ് വെൽവെറ്റ് കേക്കിന് എപ്പോഴും കളർ ചേർക്കാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പം ചിലപ്പോൾ ഈ വീഡിയോ യൂട്യൂബിൽ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ വീഡിയോ ആയിരിക്കും കളറില്ലാത്ത റെഡ് വെൽവെറ്റ് കേക്ക്. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി പറഞ്ഞു തരാൻ സാധിക്കുന്നതിൽ. കാരണം ഞാൻ ഈ കേക്ക് ചെയ്യാൻ വേണ്ടി 3-4 പ്രാവശ്യം ട്രൈ ചെയ്തതിന് ശേഷമാണ് ഈ കേക്ക് ഒന്ന് സക്സസ് ആക്കി എടുത്തത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യാൻ ഒരു കാരണവശാലും മടിക്കരുത്. ഇതൊരു യൂട്യൂബ് വീഡിയോ ആയിട്ടേ കാണരുത്. ഒരു നോളജബിൾ ആയിട്ടുള്ള കാര്യം മറ്റുള്ളവരോട്ട് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. വെൽക്കം ടു ബേക്ക് ഷോപ്പ് ക്രിയേഷൻസ്. ഹിയർ ഈസ് എ റെസിപ്പി. ലെറ്റ്സ് ഗോ ടു ദി ബേക്ക് ഷോപ്പ്. ആദ്യം തന്നെ നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ കൊക്കോ പൗഡർ ഒരുമിച്ചിട്ട് നല്ലോണം അരിച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ ബീട്രൂട്ട് ഫ്ലവർ നമ്മുടെ യോഗട്ടിലോട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ 2 ഇൻഗ്രീഡിയൻസും നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ബീട്രൂട്ടും അതുപോലെ തന്നെ യോഗട്ടും നമ്മൾ മിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ശരിക്കും ആ ബീട്രൂട്ടിൻ്റെ കളറ് നമ്മുടെ യോഗട്ടോട്ട് വരാനാണ്. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ റെഡ് കളർ നമുക്ക് കേക്കിൽ കിട്ടില്ല. ഇനി എഗ്ഗും വാനില എസൻസും ഷുഗറും ഇട്ട് നന്നായിട്ട് അടിച്ച് നല്ല പതപ്പിച്ചെടുക്കാം. വിസ്ക് ഉപയോഗിച്ചാൽ മതി, മെഷീനൊന്നും ആവശ്യമില്ല ഇതിന്. നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോഴത്തേനുള്ള ഒരേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം കൈ വേദന എടുക്കും. പക്ഷേ നമുക്ക് മെഷീൻ ഇല്ലെങ്കിൽ ഇത് ബെസ്റ്റ് ഓപ്ഷനാണ്. നല്ലോണം അഴുക്കി വിസ്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് നല്ലോണം വിപ്പ് ചെയ്ത് പൊങ്ങി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലായിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ യോഗട്ട് മിക്സ്ചർ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം അത് ഫോൾഡ് ആയതിനു ശേഷം നമുക്ക് ഓയിലും ആഡ് ചെയ്യാം. ഓയിൽ ആഡ് ചെയ്ത് സ്ലോ ആയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഇതിലോട്ട് കയറ്റാം. അപ്പം ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. നമ്മുടെ ബീട്രൂട്ട് ആയതുകൊണ്ട് നമ്മൾ വലിയ കേക്ക് മോൾഡിൽ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഓവറായിട്ട് നമ്മൾ ടൈം വെക്കണം. അതായത് നമ്മൾ കൂടുതൽ സമയം വെക്കണം. കൂടുതൽ സമയം വെക്കേണ്ടി വന്നു കഴിയുമ്പോഴത്തേന് നമ്മുടെ ആ ബീട്രൂട്ടിൻ്റെ ഫുള്ള് കളറും പോവും. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഇതുണ്ട്, അലുമിനിയത്തിൻ്റെ ചെറിയ കേക്കിംഗ് മോൾഡാണ് കേട്ടോ. ഇത് പൈ ബേസ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പൈ ഉണ്ടാക്കാൻ വേണ്ടിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഷീറ്റ് കേക്കാണ് കൂടുതലും ഇങ്ങനെയുള്ള റെസിപ്പീസിന് നല്ലത്. പക്ഷേ എല്ലാവരുടെ ഓവനിലും ഷീറ്റ് കേക്ക് ബേക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മുടെ അലുമിനിയം മോൾഡിൽ ഞാൻ പാൻ കോട്ട് ചെയ്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാൻ കോട്ടിങ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലാണെങ്കിലും ബ്രഷ് ചെയ്തതിൽ ഇനി നമുക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ആദ്യമേ തന്നെ നമുക്ക് ജലാറ്റിൻ പൗഡറിലോട്ട് വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഐസ് ഷുഗർ ക്രീം ചീസിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. കൂടുതൽ നമുക്ക് നമ്മുടെ വാനില എസൻസ് കൂടെ ആഡ് ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ക്രീമിൻ്റെ 4/1 ഭാഗം എടുത്ത് ബോയിൽ ചെയ്യാൻ വെക്കാം. ബാക്കിയുള്ള ക്രീം നമുക്ക് നല്ലോണം കൈകൊണ്ട് വിസ്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രീം നല്ലോണം ബോയിലായി. നമ്മുടെ ക്രീമും ഞാൻ നല്ലോണം വിപ്പ് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മുടെ ജലാറ്റിൻ, നമ്മൾ ആദ്യമേ എടുത്ത് വെച്ച ജലാറ്റിൻ നമ്മുടെ ക്രീമിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബട്ടറും ആഡ് ചെയ്യാം. ആദ്യമേ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ക്രീം ചീസിലോട്ട് നമ്മൾ ബോയിൽ ചെയ്ത ക്രീം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വിപ്പ് ക്രീമും അതിലോട്ട് ഫോൾഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് റെഡി ആയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് അത് സെറ്റപ്പ് ചെയ്യുന്നുള്ളത്. റെഡ് വെൽവെറ്റ് സ്പോഞ്ച് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ നല്ല സെറ്റപ്പ് ആയിട്ടാണ് ബേക്ക് ആയിരിക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക് സൈഡോടെ കാണണ്ടേ, ഞാൻ കാണിച്ചു തരാം. ഇപ്പം നല്ല പൊളപ്പനായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇത് നല്ല റെഡ് കളറും ഉണ്ട്. ഇതാണ് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കളർ വെച്ച് തന്നെ റെഡ് വെൽവെറ്റിന് കളർ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ 3 കേക്ക് നമുക്ക് കട്ട് ചെയ്ത് ലെവൽ ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ ലെഫ്റ്റ് ഓവറുള്ള ആ ചെറിയ കേക്ക് ടോപ്പില്ലേ, അത് നമുക്ക് ചെറുതായിട്ട് ക്രംബ് പോലെ ആക്കിയിട്ട് ഓവനിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി കൂടെ എടുക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ക്രീം ചീസ് ഫ്രോസ്റ്റിങ് നമ്മൾ കേക്കിന് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പം അതിനകത്തൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് പൈപ്പിംഗ് ബാഗിൻ്റെ അകത്ത് നമ്മുടെ ക്രീം ചീസ് ഫ്രോസ്റ്റിങ് ഫില്ല് ചെയ്ത് നമ്മൾ സൈഡിൽ കൂടെ പൈപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള 2 ലെയറും നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ ടോപ്പ് ലെവൽ ചെയ്യാം. ടോപ്പ് ലെവൽ ചെയ്തിട്ട് നമുക്ക് ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നല്ല സെറ്റാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഓവനിൽ വെച്ച നമ്മുടെ റെഡ് വെൽവെറ്റ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു സൈസ് നമുക്ക് കിട്ടത്തില്ല. അപ്പം കേക്ക് വന്നു കഴിയുമ്പോൾ ഭയങ്കര വൃത്തികേടായിരിക്കും. ഡെക്കറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് മൊത്തത്തിൽ അടിച്ചു കൊടുക്കുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്രംസ് ശരിക്കും ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഷുഗർ സിറപ്പ് അടിക്കുന്നത്. ഷുഗർ സിറപ്പിൻ്റെ റെസിപ്പി ആയാലും കാണാത്തുണ്ടെങ്കിൽ നമ്മുടെ ഷോർട്ട് വീഡിയോസ് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഷുഗർ സിറപ്പിൻ്റെ റെസിപ്പി കിട്ടും. ഒരു കളറും ചേർക്കാത്ത റെഡ് വെൽവെറ്റ് കേക്ക് റെഡി ആയിരിക്കണം. നമുക്കിന്ന് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കണ്ടേ എങ്ങനെയുണ്ട് അകത്തിൻ്റെ ഷേപ്പ് എന്നൊക്കെ. അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞു നല്ല സെറ്റപ്പായിട്ട് കേക്ക് വന്നിട്ടുണ്ട്. കണ്ടിട്ട് കൊതിയാവുന്ന, കഴിക്കാതിരിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ എന്താണല്ലോ ലൈഫിൽ നമ്മൾ ഒരാൾക്കൊരു കാര്യം കൊടുക്കുമ്പോഴത്തേന് ഏറ്റവും ബെസ്റ്റ് കൊടുക്കണമെന്ന് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കാറില്ലേ. ഒരു ഫുഡ് കളർ പോലും ചേർക്കാത്ത റെഡ് വെൽവെറ്റ് കേക്ക് ഞാൻ കഴിച്ചു നോക്കട്ടോ. ഞാൻ അഭിപ്രായം പറയാറില്ല, സാധാരണ കഴിച്ചിട്ട് അഭിപ്രായം പറയാറില്ല, കാരണം ഇതിന് അഭിപ്രായം പറഞ്ഞേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ പൊന്നെ, അമ്മാതിരി ടേസ്റ്റാണിത്. ഇതെങ്ങനെയാണെന്ന് പറയണമെന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുന്നത്. ബീട്രൂട്ടിൻ്റെ ഒരു ഫ്ലേവറും നമ്മുടെ ഈ കേക്കിലില്ല. റിയൽ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ നിർത്താം. ഈ ബീട്രൂട്ട് കളറ് ഞാനല്ല ഇൻവെൻറ്റ് ചെയ്തത്. 2ാം വേൾഡ് വാറിൽ അമേരിക്കയിലെ സോൾജേഴ്സിന് വേണ്ടി അവർ ട്രീറ്റായിട്ട് ചെയ്ത കേക്കാണ് ഈ റെഡ് വെൽവെറ്റ് കേക്ക്. അന്ന് കാലത്ത് അവരുപയോഗിച്ചിരുന്നത് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് അതിന് വേണ്ടി. ഇപ്പം ഇച്ചിരി ഡെവലപ്പൊക്കെ ആയതുകൊണ്ട് ബീട്രൂട്ടിൻ്റെ പൗഡർ കിട്ടും നമുക്ക്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, 100% റിസൾട്ടാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് മീ ഇൻ ദ ബേക്ക് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതൽ ബേക്കിങ്ങിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. See you next time.